റൊമാനിയയിൽ നിന്നും 4 F-16 ഒഡീസയിലേക്ക് കടന്നു. നാറ്റോ നാട്ടിൽ നിന്നും ഒരു നാറ്റോ F-16 എത്രയും പെട്ടെന്ന് ഉക്രൈന്റെ സഹായത്തോടു കൂടി റഷ്യയിൽ ആക്രമണം നടത്തുമെന്നുള്ളതിന് വലിയൊരു സൂചനയാണ് ഇതെന്ന് അടുത്തിടെ ഒരു വിവരം പ്രോ ഉക്രൈൻ ചാനൽസിലും പ്രോ റഷ്യൻ ചാനൽസിലും വലിയ രീതിയിൽ വൈറലായി. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലായത് ഉക്രൈൻ റൊമാനിയ ബോർഡറിലുള്ള എയർഫീൽഡ്സിൽ നിന്നും 4 F-16 വിമാനങ്ങൾ ടേക്ക് ഓഫ് ആയി. അത് ബ്ലാക്ക് സീയെ ചുറ്റി ഉക്രൈന്റെ എയർ സ്പേസിനുള്ളിൽ കടക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. ഒഡീസ ഭാഗത്തേക്ക് ഇത് വന്നിട്ടുണ്ട്. റഷ്യ ഇതിന് വലിയ എതിർപ്പറിയിക്കാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. കാരണം നേരത്തെ അവർ ഒരു കാര്യം പറഞ്ഞു, ഏതെങ്കിലും ഒരു വിമാനം നാറ്റോ എയർഫീൽഡിൽ നിന്നും തിരിച്ച് റഷ്യയുടെ പൊസിഷൻസിൽ ആക്രമണം നടത്തി വീണ്ടും ഉക്രൈൻ വഴിയോ ഉക്രൈനുള്ളിലോ ലാൻഡ് ആയാൽ ഏത് വിമാനം എയർബേസിൽ നിന്നാണോ വന്നത് അതിനെ ഞങ്ങൾ നശിപ്പിക്കുമെന്ന്. അത് എത്രയും പെട്ടെന്ന് നടക്കാനുള്ള ഒരു സൂചനയായി ഇതിപ്പോ മാറുന്നുണ്ട്. ഈ സംഭവം എങ്ങനെ ഉണ്ടായി, ഇതിന്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമായിരിക്കും, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. കഴിഞ്ഞ 3 ദിവസമായി പ്രോ റഷ്യൻ ചാനൽസിലും പ്രോ ഉക്രൈൻ ചാനൽസിലും ഒരു കാര്യം വലിയ രീതിയിൽ ചർച്ചയായി. അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ 4 F-16 വിമാനങ്ങൾ, റൊമാനി എയർഫോഴ്സിലുള്ള 4 F-16 വിമാനങ്ങൾ റൊമാനി എയർബേസിൽ നിന്നും തിരിച്ച് ഒഡീസ ഭാഗത്തിനുള്ളിലേക്ക് കയറി ചെങ്കടലിനെ ചുറ്റി ഒരു സംരക്ഷണ യാത്ര നടത്തിയെന്ന് 2 ഭാഗത്തു നിന്നും വലിയൊരു വിവരം വളരെ വേഗത്തിൽ പടരാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലായത് ഇതിപ്പോ പ്രോ റഷ്യൻ ചാനൽസ് ആണ് പറയുന്നതെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് ഒരു കള്ളം പറയുന്നുവെന്ന് കരുതാം. അല്ലെങ്കിൽ പ്രോ ഉക്രൈൻ ചാനൽസ് മാത്രമാണ് ഇത് പറഞ്ഞതെങ്കിൽ ഇവരും റഷ്യക്കെതിരെ F-16 ഉപയോഗിക്കാൻ ഒരു പ്രൊപ്പഗണ്ട ന്യൂസിന് വേണ്ടി ഇത് പറയുന്നുവെന്നും കരുതി നമുക്കത് കാര്യമാക്കാതെ വിടാം. പക്ഷെ ഈ 2 ഭാഗത്തും ഒരേ കാര്യം പറഞ്ഞു, F-16 റൊമാനിയയിൽ നിന്നും ടേക്ക് ഓഫ് ആയി ഉക്രൈനുള്ളിലേക്ക് വന്നുവെന്ന് 2 ഭാഗവും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തീർച്ചയായും ഇത് കള്ളമാകാനുള്ള സാധ്യതയില്ല. അത് നമുക്ക് മനസ്സിലാക്കാം. ശരി, ഈ ഒരു സംഭവം അപ്പോൾ എങ്ങനെ ഉണ്ടായി? ഇതിനെക്കുറിച്ച് തിരയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിന് പുറകിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പല കാര്യങ്ങൾ പലരും മറച്ചു വെച്ചിട്ടുണ്ട്. റൊമാനിയ എയർ സ്പേസിൽ നിന്നും 4 F-16 വിമാനങ്ങൾ ഒഡീസ ഭാഗത്തേക്ക് ഉക്രൈനിലേക്ക് കയറാൻ ശ്രമിച്ചു. കാരണം ഉക്രൈനും റൊമാനിയയ്ക്കും ലാൻഡ് ബോർഡർ ഉണ്ട്. ഇപ്പൊ ബ്ലാക്ക് സീ എടുത്താൽ റൊമാനിയയുടെ കൺട്രോളിലുള്ള കുറച്ച് ഭാഗങ്ങൾ ബ്ലാക്ക് സീയിലുണ്ട്. അതുപോലെ തന്നെ ഉക്രൈന്റെ കൺട്രോളിലുള്ള കുറച്ച് ഭാഗങ്ങളും ബ്ലാക്ക് സീയിലുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള മിഷൻസ് എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ ഇതൊരു റെഗുലർ മിഷൻ ആണെന്ന് എല്ലാവരും പറഞ്ഞാലും റെഗുലറായി നടക്കുന്ന കാര്യത്തിനും ഇതിനും എന്ത് വ്യത്യാസം എന്ന് ചോദിച്ചാൽ റൊമാനിയയിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഒരു വിമാനങ്ങൾ നേരിട്ട് ഇന്റർനാഷണൽ എയർ സ്പേസിൽ കടക്കും. ബ്ലാക്ക് സീക്കുള്ളിലെ ഇന്റർനാഷണൽ എയർ സ്പേസിനുള്ളിൽ മാത്രമേ ഇത്രയും ദിവസം അവ പറന്നിട്ടുള്ളൂ. അങ്ങനെ അവരുടെ പാട്രോൾ അവസാനിപ്പിച്ചിട്ട് തിരികെ റൊമാനിയ എയർ സ്പേസിനുള്ളിൽ യാതൊരു പ്രശ്നവുമില്ലാതെ അവ തിരികെ എത്തും. ഇത്രയും ദിവസം നടന്നത് ഇവ മാത്രമാണ്. പൊതുവെ ഇവരുടെ ട്രാവൽ റൂട്ട് എന്നത് നോർത്ത് സൗത്തിനെ കേന്ദ്രീകരിച്ചായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇത്തവണ ഒരു വലിയ മാറ്റം എവിടെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ റൊമാനിയ എയർ സ്പേസിൽ നിന്നും ഉക്രൈൻ എയർ സ്പേസിലേക്ക് ഈ ഒരു വിമാനങ്ങൾ കയറി. ഉക്രൈനിലെ ഒഡേസ ഭാഗം വരെയും ഈ വിമാനങ്ങൾ വന്നു. ബ്ലാക്ക് സീയിലും ഉക്രൈന്റെ ലാൻഡ് ബോർഡറിന് മുകളിലും പറന്നു. ഇത് ഉക്രൈൻ അറിയാതെ നടന്നിരിക്കുമോ? ഒരു പക്ഷേ റൊമാനിയ അറിയാതെ ഉക്രൈന്റെ എയർ സ്പേസിലേക്ക് വന്നോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത ഇവിടെ വളരെ വളരെ കുറവാണ്. ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു 2 പാട്രിയോട്ടിനെ റഷ്യ ഇസ്കാന്ദർ വെച്ച് നശിപ്പിച്ചു എന്ന്. ആ സമയത്ത് ഉക്രൈന്റെ ഒഡേസ ഭാഗത്ത് ആ ഒരു പോർട്ട് സിറ്റിയെ ചുറ്റി ഒരുപാട് പാട്രിയോട്ട് സിസ്റ്റം റഷ്യക്കെതിരെ ഉക്രൈൻ തീർച്ചയായും നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അകത്തേക്ക് വരുന്ന F-16 മറ്റ് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ റിസ്ക് ഫാക്ടർ കൺസിഡർ ചെയ്ത് തീർച്ചയായും ഉക്രൈൻ ആ ഒരു പാട്രിയോട്ടിനെ ഓഫ് ചെയ്ത് വെച്ചിരുന്നിരിക്കണം. എങ്കിൽ മാത്രമേ ഇത്ര സേഫായി F-16 അകത്തേക്ക് വരാനും തിരികെ പോകാനും സാധിക്കുകയുള്ളൂ. ഏകദേശം 25 മിനിറ്റോളം ഈ ഒരു വിമാനം ഉക്രൈന്റെ എയർ സ്പേസിൽ ബ്ലാക്ക് സീയിലായാലും ഒഡീസ ഭാഗത്തായാലും ഉണ്ടായിരുന്നുവെന്ന് 2 ഭാഗവും വലിയൊരു വാർത്ത പറഞ്ഞു. ഇത് ഒരു പ്രധാന കാര്യമായി ഇപ്പോൾ കാണുകയാണ്. എന്തുകൊണ്ട് ഇത്ര പ്രധാനമെന്ന് ചോദിച്ചാൽ ഒഡീസ ഭാഗം എന്നത് ഉക്രൈന്റെ പോർട്ട് ഫെസിലിറ്റിക്കായി പ്രസിദ്ധമായൊരു സ്ഥലമാണ്. ഇപ്പോൾ നാറ്റോയുടെ എക്യുപ്മെന്റ്സ് അറൈവൽ, അതുപോലെ നാറ്റോയുടെ ആയുധങ്ങളുടെ വരവ്, ഇവയെല്ലാം ഈ ഒരു പോർട്ട് വഴിയാണ് കൂടുതലും നടക്കാൻ പോകുന്നത്. അത് ആരെ കൊണ്ട് വിസമ്മതിക്കാൻ സാധിക്കില്ല. അടുത്ത ചില മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ പോലും എപ്പോൾ വേണമെങ്കിലും F-16 വരവെന്നത് ഉക്രൈനിലേക്ക് ഉണ്ടാകുമെന്ന് ഒരുപാട് പേർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉക്രൈന്റെ പ്രസിഡന്റ് പോലും ഔദ്യോഗികമായി ഒരു കാര്യം പറഞ്ഞു, എത്രയും പെട്ടെന്ന് സർപ്രൈസായി F-16 ഉക്രൈനിലേക്ക് വരുമെന്ന്. എന്നാൽ F-16 നമ്മൾ എവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യും? ഈ F-16 പെർഫോമൻസ് എങ്ങനെ ഉണ്ടാകുമെന്ന് കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായും ഉക്രൈനുള്ളിൽ വെച്ചുകൊണ്ട് മാത്രം ഇവർക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് വളരെ അപകടകരമായ കാര്യമാണ്.
മാത്രമല്ല ഉക്രൈന്റെ F-16 ഓപ്പറേറ്റ് ചെയ്യുന്ന ക്യാപ്പബിലിറ്റീസ് എല്ലാം തന്നെ റഷ്യ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ സ്ഥലത്ത് നിന്നാണോ F-16 ഓപ്പറേറ്റ് ആകുന്നത് ആ റൺവേസ് എല്ലാം റഷ്യ നശിപ്പിക്കാൻ തുടങ്ങി. അപ്പോ ഉക്രൈനുള്ള നല്ലൊരു ഓപ്ഷൻ അടുത്തുള്ള നാടുകളുടെ എയർബേസ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്. ഹിറ്റ് ആൻഡ് റൺ എന്ന മെക്കാനിസം പോലെ സ്ട്രൈക്ക് ആൻഡ് റൺ എന്ന മെക്കാനിസം അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കും വരിക. ഇപ്പൊ നേരിട്ട് നാറ്റോ ബേസിൽ നിന്നും ആ വിമാനങ്ങൾ തിരിച്ച് റഷ്യൻ പൊസിഷൻസിൽ ചെന്ന് ഒരു ആക്രമണം നടത്തിയിട്ട് അല്ലെങ്കിൽ റഷ്യക്കുള്ളിൽ പോയി ഒരു ആക്രമണം നടത്തിയിട്ട് തിരികെ നാറ്റോ ബേസിനുള്ളിലേക്ക് പോയി ഇറങ്ങിയാൽ മാത്രമേ അത് നാറ്റോയുടെ ആക്രമണമായി റഷ്യ വിലയിരുത്താൻ സാധിക്കുകയൂ എന്നാണ് ഉക്രൈനും നാറ്റോയും അവകാശപ്പെടുന്നത്. ഇതിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കിനെ മുഴുവനായും നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ നാറ്റോയിൽ നിന്ന് തിരിക്കുന്ന ഈ ഒരു വിമാനങ്ങൾ അവരുടെ ബേസിൽ നിന്നും തിരിക്കുന്ന ഈ വിമാനങ്ങളിൽ ആയുധങ്ങളൊന്നും ഇല്ലാതെ ആയിരിക്കണം പുറപ്പെടുന്നത്. വെറും empty ആയി ആയുധങ്ങളൊന്നും ഇല്ലാതെ ആ ബേസിൽ നിന്നും തിരിക്കുകയും ഉക്രൈന്റെ ഫീൽഡ്സിൽ തിരികെ ഇറങ്ങി ഉക്രൈന്റെ ബേസിൽ നിന്ന് ആയുധങ്ങളെല്ലാം കയറ്റണം. എന്നിട്ട് റഷ്യയുടെ പൊസിഷൻസിൽ ആക്രമണം നടത്തും. എന്നിട്ട് തിരികെ വീണ്ടും അതേ ബേസിലേക്ക് വരണം. ഇതാണ് ഇവരുടെ പദ്ധതി. ഇവർ പറയുന്നതെല്ലാം ശരിയാണ്. എന്നാൽ ഉക്രൈനിൽ നിന്നും ആയുധങ്ങൾ കയറ്റിയിട്ട് റഷ്യയുടെ പൊസിഷൻസിൽ ആക്രമണം നടത്തി വീണ്ടും ഈ വിമാനങ്ങൾ ഉക്രൈനുള്ളിൽ വന്നിറങ്ങിയാൽ അങ്ങനെ വന്നിറങ്ങുന്ന വിമാനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപ് തന്നെ റഷ്യ കണ്ടുപിടിക്കും ഈ വിമാനങ്ങൾ എവിടെ നിന്നാണ് വന്നത്, ഏത് സ്ഥലത്ത് നിന്നാണ് ഇതിലേക്ക് മിസൈലുകൾ വച്ചത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കും. ആ വിമാനങ്ങൾ ടേക്ക് ഓഫ് ആകും. പക്ഷെ തിരികെ അവിടെ ഇറങ്ങിയാൽ മറ്റ് നാറ്റോ ബേസുകളിലേക്ക് ഈ വിമാനം പോകുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ശരി, ഇതിനുള്ള ഉത്തരം ഉക്രൈനോ അല്ലെങ്കിൽ സെലൻസ്കിയുടെ പക്കലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. ഈ F-16 വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇവർ കൂടുതലായും ചെയ്യുന്ന ആക്രമണങ്ങൾ റഷ്യയ്ക്കും നാറ്റോയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും കൂട്ടുകയാണ്. ഇപ്പോൾ ഈ 4 F-16 അകത്തേക്ക് വന്നല്ലോ. ഇതിനെ ഉക്രൈൻ പറയുന്നത് ഇല്ല, അവർ ഞങ്ങളുടെ എയർ സ്പേസ് വയലേറ്റ് ചെയ്തിട്ടില്ല. റൊമാനിയയിൽ നിന്നും തിരിച്ച് അവരുടെ എയർ സ്പേസിനുള്ളിൽ തന്നെ പറന്നിട്ട് ഉക്രൈന്റെ ബോർഡറിനടുത്തേക്ക് വന്നിട്ട് തിരികെ പോയി എന്ന്. പക്ഷെ അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. പ്രോ ഉക്രൈൻ ചാനൽസ്, ഉക്രൈന്റെ ആർമിക്കുള്ളിൽ ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് ചാനൽസ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉക്രൈന്റെ എയർ സ്പേസിനുള്ളിൽ റൊമാനിയയിൽ F-16 കടന്നിട്ടുണ്ടെന്ന്. ഇത് ഇപ്പോൾ വലിയൊരു കാര്യമായി മാറിയില്ലെങ്കിലും ഇതേ റൊമാനിയയിൽ നിന്നും ഒരു ആക്രമണത്തിനായി F-16 റഷ്യയെ നോക്കി പോകുന്ന സമയത്ത് ആ സമയത്ത് എന്തുമാത്രം വെല്ലുവിളി നേരിടേണ്ടി വരും അല്ലെങ്കിൽ ഇവരുടെ വ്യോമസേനയ്ക്ക് എന്തുമാത്രം പ്രശ്നം വരും എന്നുള്ളതിന്റെ ഒരു ട്രയൽ നോക്കിയതായിരിക്കാം. ഈ F-16 ഇപ്പോൾ ഉക്രൈന്റെ ബേസിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിലും ഒരുപക്ഷെ റൊമാനിയ അതിനുള്ള പെർമിഷൻ നൽകി. റൊമാനിയയിൽ നിന്നും അതിന്റെ അപ്രൂവൽ കിട്ടിയെന്നുണ്ടെങ്കിൽ ഉക്രൈനുള്ളിൽ വന്ന് ആ വിമാനങ്ങൾ ഇറങ്ങി അതിനുശേഷം അവിടെ നിന്ന് മിസൈൽസ് ലോഡ് ചെയ്ത് റഷ്യയിൽ ഒരു ആക്രമണം നടത്തി വീണ്ടും അതേ ബേസിൽ വന്നിറങ്ങിയാലും ആദ്യം ആ വിമാനം എവിടെ നിന്നാണോ വന്നത് ആ ഒരു എയർ ബേസിലായിരിക്കും റഷ്യയുടെ ആക്രമണം നടക്കുക. തീർച്ചയായും ഇത് റഷ്യ നടത്തും. ഇവിടെ യുക്രൈന്റെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. എന്റെ ബേസിൽ നിന്നാണ് ആ വിമാനങ്ങളിൽ മുഴുവനും ലോഡ് ചെയ്തത്, മിസൈൽസ് മുഴുവനും ലോഡ് ചെയ്തത്. അതിനും റൊമാനിയയ്ക്കും യാതൊരു ബന്ധവുമില്ല എന്ന് വളരെ എളുപ്പത്തിൽ ഒരു കഥ മെനയും അല്ലെങ്കിൽ ഒരു കാരണം പറയും. ഇതിന് സപ്പോർട്ടായി അമേരിക്കയും നിൽക്കും. എന്നാൽ F-16 നൽകുന്നത് വഴി അതിനെ ഓപ്പറേറ്റ് ചെയ്ത് റഷ്യയ്ക്കുള്ളിൽ കൊണ്ടുപോയി ഒരു ആക്രമണം നടത്തുന്നത് വഴി അടുത്ത ലോകയുദ്ധം ഈ സ്ഥലത്ത് അമേരിക്ക വളരെ വ്യക്തമായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ യുദ്ധത്തിൽ അമേരിക്ക രക്ഷപ്പെടും. അകപ്പെടാൻ പോകുന്നത് ഉക്രൈൻ ആയിരിക്കും. F-16 വന്നതിന് ശേഷമായിരിക്കും ഈ യുദ്ധത്തിൽ പല കഥകൾ മാറാൻ പോകുന്നത്, പുതിയ പല കഥകൾ രൂപപ്പെടാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക. അകത്തേക്ക് വന്ന ഈ 4 F-16 വിമാനങ്ങൾ സത്യത്തിൽ ട്രെയിനിങ് മിഷന് വേണ്ടി വന്നതായിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.